ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു സൈലബ് ലേണിംഗ്. അക്ഷയ് സാർ ആണ്. സോ മക്കളെ, തമ്പനയില് കണ്ടതുപോലെ നമുക്കറിയാം നമ്മുടെ 7th CBSE ടെക്സ്റ്റ് ബുക്ക് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. സോ ക്യൂരിയോസിറ്റി ആണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്, NCERT ടെക്സ്റ്റ് ബുക്ക്. അപ്പൊ ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പോൾ നമ്മൾ പുറത്തിറക്കിയ ടെക്സ്റ്റ് ബുക്കിലെ ബയോളജി ഏരിയാസിന്റെ ഒരു അനാലിസിസ്, ബയോളജി സിലബസ് അനാലിസിസ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. തീർച്ചയായിട്ടും വളരെ ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത്. സോ നമ്മൾ എന്തൊക്കെയാണ് ഈ ഒരു അക്കാദമിക് ഇയറിൽ പഠിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള ധാരണ, ഒരു ഐഡിയ കിട്ടുന്നതിന് തീർച്ചയായിട്ടും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, ആദ്യം മുതൽ അവസാനം വരെ കാണുക. നിങ്ങൾ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് നോക്കുക. കാരണം ഞങ്ങൾ 7th CBSE ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകളും കോണ്ടന്റ് വീഡിയോസും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അത് മിസ് ചെയ്യാതിരിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, റെഡി? അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് അനാലിസിസ് നടത്തുന്ന വേളയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ബയോളജിയിൽ പ്രധാനപ്പെട്ട 3 ചാപ്റ്ററുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 3 ചാപ്റ്ററുകൾ ഉൾപ്പെടുത്തിയതിൽ ഒന്നാമത്തെ ചാപ്റ്റർ അഡോളസൻസ് ആണ്. നോക്കാം, അഡോളസൻസ്, സ്റ്റേജ് ഓഫ് ഗ്രോത്ത് ആൻഡ് ചേഞ്ച്. സോ മക്കളെ, അതാണ് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. മീൻസ് ബയോളജിയെ സംബന്ധിച്ചിടത്തോളം ബയോളജിയിൽ ആദ്യമായി വരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, അഡോളസൻസ്, സ്റ്റേജ് ഓഫ് ഗ്രോത്ത് ആൻഡ് ചേഞ്ച്. പിന്നീട് നമുക്ക് പഠിക്കേണ്ട ചാപ്റ്റർ എന്ന് പറയുന്നത് ലൈഫ് പ്രോസസ്സസ് ഇൻ ആനിമൽസ്. പിന്നീട് നമുക്ക് പഠിക്കാനുള്ളത് ലൈഫ് പ്രോസസ്സസ് ഇൻ പ്ലാന്റ്സ്. ഇതാണ് നമുക്ക് ചുരുക്കത്തിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ. ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് അനാലിസിസ് നടത്താം. ആദ്യം അഡോളസൻസ്, എ സ്റ്റേജ് ഓഫ് ഗ്രോത്ത് ആൻഡ് ചേഞ്ച് എന്ന ചാപ്റ്ററിൽ നിന്ന് ആ ഒരു ചാപ്റ്ററിന്റെ ഏരിയാസ് എന്തൊക്കെയാണെന്ന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പറഞ്ഞു പോകാം. ആദ്യം തന്നെ അഡോളസൻസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. അതായത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിന് സംഭവിക്കുന്ന മാറ്റങ്ങൾ. നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ നമ്മൾ അഡോളസെന്റ് പീരീഡിലേക്ക് എത്തുമ്പോൾ, ടീനേജ് കാലഘട്ടത്തിൽ ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, ഇവരുടെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ വിശദമായി തന്നെ മനസ്സിലാക്കും. അഡോളസൻസ് ചേഞ്ചസിനെ കുറിച്ച് പഠിക്കും. പിന്നെ പ്യൂബർട്ടി, അല്ലേ? പ്യൂബർട്ടി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആൺകുട്ടിയുടെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ, പെൺകുട്ടിയുടെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ, അവരുടെ റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി സംഭവിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ചേഞ്ചസ് ഡ്യൂറിങ് പ്യൂബർട്ടി, റോൾ ഓഫ് ഹോർമോൺസ്. ഇതിൽ ഹോർമോണിന്റെ റോൾ എന്താണ്? ആണിലായാലും പെണ്ണിലായാലും ഹോർമോണുകൾക്ക് വളരെ വലിയ പങ്കുണ്ട് ഈ ചേഞ്ചസിന്. ആ ഹോർമോണുകളുടെ റോളും നമ്മൾ പഠിക്കുന്നുണ്ട്. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് നമ്മൾ പഠിക്കും. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ആൺകുട്ടികളിൽ മീശ താടി വരുന്നതും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അവരുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മറ്റു ചേഞ്ചസ്, റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന്റെ ഡെവലപ്മെന്റ്, ഇനി പെൺകുട്ടികളാണെങ്കിൽ ബ്രസ്റ്റ് എൻലാർജ്മെന്റ്, പിന്നെ അവരുടെ വേസ്റ്റ് വൈഡനിങ്, ഇതൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗമാണ് കേട്ടോ, സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ്. ദെൻ ഫിസിക്കൽ ചേഞ്ചസ് മാത്രമല്ല, ഒരു അഡോളസെന്റ് പീരീഡിലേക്ക് എത്തുന്ന ഒരു ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി ഫേസ് ചെയ്യുന്നത് ഫിസിക്കൽ ചേഞ്ചസ് മാത്രമല്ല, മെന്റൽ, ഇമോഷണൽ, ബിഹേവിയറൽ ചേഞ്ചസും ഫേസ് ചെയ്യേണ്ടി വരും. മൂഡ് സ്വിങ്സ് പോലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഹോർമോണിന്റെ ഇംബാലൻസ് കൊണ്ട് അല്ലെങ്കിൽ ഹോർമോണിന്റെ വ്യതിയാനങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ ചേഞ്ചസ് ഓൾസോ ഹാപ്പൻസ് ഇൻ അഡോളസൻസ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ പേഴ്സണൽ ഹൈജീനിനെ കുറിച്ച് പഠിക്കും. അത് നമ്മൾ കുളിക്കണം, പല്ല് തേക്കണം, നനക്കണം എന്നൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വൃത്തി മെയിൻറ്റെയിൻ ചെയ്യണം. എസ്പെഷ്യലി ഡ്യൂറിങ് അഡോളസൻറ്റ് പീരീഡ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പേഴ്സണൽ ഹൈജീൻ. ദെൻ ഡ്രഗ് അബ്യൂസിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഈ ഒരു കാലഘട്ടത്തിലെ കുട്ടികൾ കൂടുതൽ എക്സ്പെരിമെന്റൽ ആയിരിക്കും, കൂടുതൽ ക്യൂരിയോസ് ആയിരിക്കും. അവർ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിന്റെ പേര് ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞേ അല്ലെ, ക്യൂരിയോസിറ്റി കൂടുതൽ പ്രായമാണ്. അതായത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനുള്ള സാധ്യത കൂടുതലാണ്, ഡ്രഗ് അബ്യൂസിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇത് എക്സ്പെരിമെന്റ് ചെയ്യാൻ, നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന് കണ്ടുകൊണ്ട് ഇതെന്തുകൊണ്ട് ഞാൻ പരീക്ഷിച്ചുകൂടാ എന്ന ഒരു മെന്റാലിറ്റി നോർമലി വരുന്ന ഒരു സമയമാണ് അഡോളസെന്റ് പീരീഡ്. സോ അത് തീർച്ചയായിട്ടും അത്തരം പ്രവണതകളിലേക്ക് നമ്മൾ പോകാൻ പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ, സേ നോ ടു ഡ്രഗ്സ് എന്ന രീതിയിൽ
നമ്മൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് പോകാൻ പാടില്ല, നമ്മൾ തെറ്റായ കൂട്ടുകെട്ടിലേക്ക് വരാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി തന്നെ വളരെ സ്പഷ്ടമായി തന്നെ പറയുന്ന ഒരു ഏരിയ ആണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. സോ മക്കളെ, ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോഴുള്ള നമ്മുടെ ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്നത്, സോ വി വിൽ അണ്ടർസ്റ്റാൻഡ് അബൌട്ട് അവർ സെൽസ്. ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ് യു വിൽ ലേൺ ഫ്രം ദിസ് ചാപ്റ്റർ. അതായത് നമ്മുടെ ഈ നിങ്ങളെ കുറിച്ച് തന്നെയാണ് പഠിക്കുന്നത്, നിങ്ങളുടെ കാലഘട്ടത്തെ കുറിച്ച് തന്നെയാണ് പഠിക്കുന്നത്. സോ നിങ്ങളുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസിനെ കുറിച്ച് പഠിക്കും, ആ ചേഞ്ചസ് വരാൻ കാരണമായ ഹോർമോണിന്റെ ആക്ഷൻസിനെ കുറിച്ച് പഠിക്കും. ആൻഡ് ഫൈനലി നിങ്ങൾ വഴുതി പോകാൻ സാധ്യതയുള്ള ഇത്തരം തെറ്റായ കൂട്ടുകെട്ടിലേക്ക് പോകരുത് എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ ചാപ്റ്റർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സോ ദിസ് ചാപ്റ്റർ ഈസ് വെരി ഗുഡ് ചാപ്റ്റർ. ആൻഡ് ഈ ഒരു ചാപ്റ്റർ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ വന്നത് വളരെ നല്ലൊരു കാര്യമായിട്ട് കണക്കാക്കേണ്ട കാര്യമാണ്. ഓക്കെ, റെഡി? നന്നായിട്ട് തന്നെ പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ലൈഫ് പ്രോസസ്സസ് ഇൻ ആനിമൽസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ 10th CBSE ചാപ്റ്ററിന്റെ ബേസിക്സ് ആണ്. അവിടെ പഠിക്കുന്ന കുറേയേറെ കാര്യങ്ങൾ നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ലൈഫ് പ്രോസസ് ഇൻ ആനിമൽസ് എന്ന ചാപ്റ്ററിൽ അതിൽ ആദ്യത്തെ ലൈഫ് പ്രോസസ്സസ് എന്ന് പറയുന്നത് ന്യൂട്രീഷനാണ്. ലൈഫ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷനാണ്. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ലൈഫ് പ്രോസസ്സസ് എന്ന് പറഞ്ഞാൽ ഒരു ജീവി സർവൈവ് ചെയ്യാൻ എന്തൊക്കെ പ്രോസസ്സ് അതിൻ്റെ ശരീരത്തിൽ നടക്കണം, അതിനെയാണ് ലൈഫ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഒരാൾ ജീവനോടെ നിലനിൽക്കണമെങ്കിൽ ആ ജീവൻ നിലനിൽക്കാൻ കാരണമായ പ്രോസസ്സുകളാണ് ലൈഫ് പ്രോസസ്. ടു മെയിൻറ്റെയിൻ ദ ലൈഫാണ് പ്രോസസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ലൈഫ് എന്ന് വളരെ സിമ്പിളായിട്ട് പറയാം. സോ ആനിമൽസിൻ്റെ കേസിൽ ആ ഒരു ആനിമൽ ജീവനോടെ നിൽക്കണമെങ്കിൽ ലൈഫ് പ്രോസസ്സ് നടക്കണം. അതിൽ നമുക്ക് ഈ ഒരു വർഷം ഈ 7th CBSE നമുക്ക് പഠിക്കാനുള്ള 2 ലൈഫ് പ്രോസസ്സാണ്. അതിലൊന്ന് ന്യൂട്രീഷനും പിന്നെ റെസ്പിറേഷനുമാണ്. ഇത് കൂടാതെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, എക്സ്ക്രീഷൻ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ വലിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കും. ഇപ്പം നമ്മൾ പഠിക്കേണ്ടത് ന്യൂട്രീഷനാണ്. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ഒബ്റ്റെയിനിങ് ഫുഡ് ആൻഡ് ഇറ്റ്സ് യൂട്ടിലൈസേഷൻ ആണ്. ഭക്ഷണം എടുക്കുന്നു, അത് നമ്മുടെ ബോഡി യൂട്ടിലൈസ് ചെയ്യുന്നു. ഇതാണ് ന്യൂട്രീഷൻ. ഈ ന്യൂട്രീഷൻ തന്നെ നമ്മളിവിടെ ആനിമൽസ് എന്ന് പറയുമ്പോഴും വി പ്രൈമർലി ഫോക്കസ് ഓൺ ഹ്യൂമൻ ബീങ് ബിക്കോസ് വി ആർ ഹ്യൂമൻ ബീങ്. വി ഷുഡ് നോ അബൌട്ട് അവർ സെൽഫ്, അല്ലേ? നമ്മളെക്കുറിച്ച് തന്നെയാണ് അറിയേണ്ടത്. ആൻഡ് ആഫ്റ്റർ ഓൾ ബയോളജി ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ആൻഡ് സയൻസ് ഈസ് ഓൾ അബൌട്ട് ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. സോ നമ്മളെ ഒബ്സർവ് ചെയ്ത് പഠിക്കുമ്പോൾ ഇറ്റ് വിൽ ബി വെരി വെരി ഈസി ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് എന്നാണ്. സോ ഹ്യൂമൻ ബീങ്ങിൻ്റെ ഡൈജഷൻ നമ്മൾ പഠിക്കുന്നു. സോ നമ്മുടെ ശരീരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് സ്റ്റഡി. സോ ഐ എം ഈറ്റിംഗ് ഫുഡ് and I am chewing food using my teeth. Okay, അങ്ങനെ നമ്മൾ മനസ്സിലാക്കാം. പല്ല് ഉപയോഗിച്ചുകൊണ്ട് ചവച്ചരക്കുന്നു. Saliva is mixing. So everything you know, everything you should connect and you should understand the concept and learn. And believe me, biology will be super easy for you. Not only biology, all the science subjects also. If you are learning it by understanding the concept, means everything will be fine. If you are learning by heart, things will not be fine. You will be finding difficult in understanding the concept if you are learning by heart. So never ever learn or study especially science subject by heart. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാര്യങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക, അതാണ് നിങ്ങൾ വേണ്ടത്. അപ്പോൾ ഡൈജഷൻ ഇൻ ഹ്യൂമൻ ബീങ് നമ്മൾ പഠിക്കും. ദെൻ റെസ്പിറേഷൻ ഇൻ ആനിമൽസിൽ റെസ്പിറേഷൻ ഇൻ ഹ്യൂമൻ ബീങ് പഠിക്കും. നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം കംപ്രൈസിങ് ദ ലങ്സ് and all other tract like nostril, nasal cavity, then pharynx, then larynx, trachea, bronchus, bronchiole, everything. എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിക്കും. ദെൻ റെസ്പിറേഷൻ അതർ ഓർഗാനിസം ഓൾസോ നമ്മൾ പഠിക്കും. എർത്തുവാമിൻ്റെ കേസ് പഠിക്കും. ദെൻ എന്താ പറയുക, ഫ്രോഗിൻ്റെ കേസ്, മറ്റ് ഓർഗാനിസത്തിൽ എങ്ങനെയാണ് റെസ്പിറേഷൻ നടക്കുന്നത്, അവരുടെ റെസ്പിറേറ്ററി സ്ട്രക്ചർ എന്താണ്, ഇതൊക്കെ നമ്മൾ വിശദമായി തന്നെ പഠിക്കും. സോ ഈ ഒരു ചാപ്റ്ററും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണെന്ന് പറയാൻ കാരണം ഇത് നിങ്ങൾക്ക് ഹയർ ക്ലാസ്സസിലും വരാനുണ്ട്. സോ ഹയർ ക്ലാസ്സസിനുള്ള ബെസ്റ്റ് ഫൗണ്ടേഷൻ ആയിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനെ കണക്കിലെടുക്കാം. സോ നല്ല രീതിയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കണം. ഓക്കെ, ദെൻ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ, ലൈഫ് പ്രോസസ്സസ് ഇൻ പ്ലാന്റ്സ് ആണ്. ഇത് നമ്മുടെ 10th CBSE ചാപ്റ്റർ അതിൽ വരുന്നതാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ പഠിക്കുന്ന കാര്യങ്ങൾ നല്ല തറവായിട്ട് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇൻ യുവർ ഹയർ ക്ലാസ് യു വിൽ ഫൈൻഡ് ഇറ്റ് വെരി ഈസി ടു ലേൺ ദോസ് തിങ്സ്. വലിയ ക്ലാസ്സിലെത്തുമ്പോൾ ഇതൊക്കെ നമുക്കൊരു പൂ പറിക്കുന്ന ലാഘവത്തോടെ പഠിക്കാൻ സാധിക്കും. ദാറ്റ്സ് വാട്ട് ഐ എം ടെല്ലിങ്. ഇപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മക്കൾ 7 CBSE പഠിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി വിശദമായി തന്നെ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കാൻ ശ്രമിക്കുക.
ഇതിലെന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ പ്ലാന്റിന്റെ ഗ്രോത്തിനെ കുറിച്ച് പഠിക്കാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ അവിടെ പഠിക്കുന്നുണ്ട്. ദെൻ ഹൗ ഡു പ്ലാന്റ്സ് ഗെറ്റ് ഫുഡ് ഫോർ ദെയർ ഗ്രോത്ത്? ഫുഡ് വേണം ഡെഫിനറ്റ്ലി. സോ പ്ലാന്റ്സ് എങ്ങനെ ഫുഡ് ഒബ്റ്റെയിൻ ചെയ്യുന്നു? സോ നിങ്ങൾക്ക് അറിയാം പ്ലാന്റ്സിന് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ, കുറച്ചുകൂടി ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അബൌട്ട് ഫോട്ടോസിന്തസിസ്. പ്ലാന്റ്സ് യൂസ്ഡ് ടു പ്രിപ്പയർ ഫുഡ് ബൈ ദംസെൽഫ്. അവർക്ക് സ്വന്തമായി ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അതിനെക്കുറിച്ച് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ തന്നെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്. സോ അതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. ഒരു സെക്കൻഡ്. യെസ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് റോൾ ഓഫ് എയർ ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫുഡ്. അപ്പോൾ ഫുഡ് പ്രിപ്പറേഷനിൽ എയറിൻ്റെ റോൾ എന്താണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഫോട്ടോസിന്തസിസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മളത് പഠിക്കും. ദെൻ ട്രാൻസ്പോർട്ടേഷൻ ആണ് മറ്റൊരു ലൈഫ് പ്രോസസ്സ് എന്ന് പറയുന്നത്. പ്ലാന്റിൻ്റെ മെറ്റീരിയൽ, പ്ലാന്റ് ഫുഡ് പ്രിപ്പയർ ചെയ്ത് ഫുഡ് പല ഭാഗങ്ങളിലേക്ക് എത്തുന്നുണ്ട്. എങ്ങനെ എത്തുന്നു? അത് തന്നെ പ്ലാന്റ് വാട്ടർ അബ്സോർബ് ചെയ്യും ത്രൂ റൂട്ട്സ്. ഈ വെള്ളം എങ്ങനെയാണ് ലീഫിലേക്കൊക്കെ എത്തുന്നത്? സോ ഇതിനെക്കുറിച്ചുള്ളൊരു ക്ലിയർ ഐഡിയ നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു ചാപ്റ്ററിലൂടെ മനസ്സിലാക്കിയെടുക്കും. പിന്നെ അടുത്തത് റെസ്പിറേഷനും കൂടി പഠിക്കുന്നുണ്ട്. പ്ലാന്റിലെ റെസ്പിറേഷൻ ഇൻ ഓവറോൾ നമ്മൾ പ്ലാന്റിലെ ന്യൂട്രീഷനും ദെൻ ട്രാൻസ്പോർട്ടേഷനും റെസ്പിറേഷനും ആണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. സോ ദ വെരി ക്ലിയർ ഫാക്ട് ഈസ് ദാറ്റ് ഈ ഒരു ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കുറേ എക്സ്പെരിമെൻറ്റ്സ് ഓർ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടാണ് ചാപ്റ്റേഴ്സ് പോകുന്നത്. So there are so many activities which help you to gain the conceptual clarity. Conceptual clarity gain ചെയ്യാൻ വേണ്ടി ഒരുപാട് ആക്ടിവിറ്റികൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഐ ബിലീവ് ദാറ്റ് ഈ ഒരു ആക്ടിവിറ്റി, ഓരോ ആക്ടിവിറ്റി പെർഫോം ചെയ്യുമ്പോഴും ആ കൺസെപ്റ്റ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിലാണ് ക്യൂരിയോസിറ്റി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ദാറ്റ്സ് എ ഗ്രേറ്റ് പോസിറ്റീവ് പോയിന്റ് റിഗാർഡിങ് ദാറ്റ് ടെക്സ്റ്റ് ബുക്ക്. സോ നല്ലൊരു ടെക്സ്റ്റ് ബുക്കാണ് ഫോളോ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇതിൽ കുറേ സയൻറ്റിസ്റ്റുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വെനെവർ വി ആർ ലേണിംഗ് എ പർട്ടിക്കുലർ കൺസെപ്റ്റ് ഓർ എ പർട്ടിക്കുലർ സ്റ്റാൻസ ഓർ പാരഗ്രാഫ്, അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സയൻറ്റിസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ഓവറോൾ ദിസ് ടെക്സ്റ്റ് ബുക്സ് ഇസ് എ ഗുഡ് ഐഡിയ ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ അഡ്വാൻസ് സ്റ്റഡി. നിങ്ങളുടെ ഹയർ സ്റ്റഡീസിൽ ഈ ടെക്സ്റ്റ് ബുക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആവും. ഇവൻ ദോ ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് കമ്പാരിറ്റീവ്ലി. സോ കുറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിൽ കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. സോ മക്കൾ ചെയ്യേണ്ട കാര്യം സൈലത്തിൻ്റെ ഈ 7th CBSE യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് വെക്കുക. ഞങ്ങൾ കംപ്ലീറ്റ് കാര്യങ്ങളും ഈ ചാനലിലൂടെ പറയുന്നുണ്ട്, അപ്ഡേറ്റ്സ് പറയുന്നുണ്ട്. സോ അതൊന്നും മിസ് ചെയ്യാതിരിക്കാനാണ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും സാറ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും മറ്റൊരവസരത്തിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ ബൈ ആൻഡ് സ്റ്റേ സേഫ്.